അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ സോഫിയ ഖുറൈഷി പറഞ്ഞ ഒരു വാചകം അതൊന്ന് കേൾക്കാം നമുക്ക്. मैं मुसलमान हूँ मगर पाकिस्तानी नहीं. मैं मुसलमान हूँ मगर आतंकवादी नहीं. आतंकवादियों का कोई धर्म नहीं होता. हर आतंकवादी को अपने हाथों से मारने का जिगरा रखती हूँ मैं, वो भी बिना धर्म पूछे. അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ആ ഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായ ഒരു പരാമർശമായിരുന്നു. ഞാൻ മുസൽമാനാണ് പക്ഷെ ഞാൻ പാകിസ്ഥാനിയല്ല, ഞാൻ മുസൽമാനാണ് പക്ഷെ ഞാൻ ഭീകരവാദിയല്ല. അപ്പോൾ മുസൽമാൻ ആയതുകൊണ്ട് അവരെല്ലാവരും ഭീകരവാദികളാകുന്നു എന്നുള്ളൊരു പൊതുബോധത്തിലേക്ക് ഈ ഘട്ടത്തിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കഴിഞ്ഞ് അത് വിജയമായി എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആദ്യം എന്താണോ BJP ഈ വിഷയത്തിൽ ഒരു വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ചത് അത് അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാം ശാന്തമായ ഘട്ടത്തിൽ വീണ്ടും അതേ പോയിന്റിലേക്ക് തിരികെ രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ശ്രമമാണോ BJP നേതാവ് നടത്തുന്നത്? നോക്കൂ, ഇവിടെ ഖുറൈഷി എന്ന് പറയുന്ന ആ ലേഡി ഒരു ആർമിയിലെ കേണലിൽ പദവിയിലിരിക്കുന്ന ഒരാളാണ്. അവരെന്തിനങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പറയേണ്ട വരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇപ്പം നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി എന്താണ്? ഐ ആം നോട്ട് കൺസിഡറിങ് വെദർ ഷീ ഈസ് എ മുസ്ലിം, ഹിന്ദു ഓർ എ ക്രിസ്ത്യൻ. ഷീ ഈസ് എൻ ആർമി ഓഫീസർ, നത്തിങ് മോർ നത്തിങ് ലെസ്. അവർ ഒരു ആർമി ഓഫീസർ ആയതുകൊണ്ടാണ്, അത് മാത്രമല്ല അവർ സ്ത്രീ ആയതും കൊണ്ടുകൂടിയാണ് അവർ ഈ പറയുന്ന മീഡിയ ബ്രീഫിങ്ങിൽ നിന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് അവരുടെ മുസ്ലിം ഐഡൻറ്റിറ്റിയും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കും കടക്കേണ്ട ഒരു കാര്യം പോലും ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് റോങ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ദാറ്റ് ഈസ് റോങ്. പക്ഷേ ഞാൻ അതിന്റെ സാഹചര്യമാണ് ഞാൻ നിതീഷിനോട് ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത്. ശ്രീ ലാൽകുമാർ, അത് വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അത് ഇന്നത്തെ ഈ വർത്തമാന കാലത്തിന്റെ ഏറ്റവും ദയനീയ മുഖമാണത്. പക്ഷെ അവർ അത് പറയുന്ന പശ്ചാത്തലം പോലും ഈ വിധത്തിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ള ഭയത്താലാണ്. എല്ലാ മുസ്ലിങ്ങളും ഈ നിലയിൽ തീവ്രവാദികളല്ല എന്ന് അവർക്ക് പറയേണ്ടി വരികയാണ്. ആ സാഹചര്യം കൂടിയുണ്ട്. അത് വർത്തമാനകാല ഇന്ത്യയാണ്, BJP ഭരിക്കുന്ന ഇന്ത്യ. അല്ല, എനിക്ക് അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം ദെൻ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ദ പ്രൈം മിനിസ്റ്റർ ക്യാൻ മേക്ക് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രൈം മിനിസ്റ്റർക്കോ അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫൻസ് മിനിസ്റ്റർക്കോ ഒരു റെസ്പോൺസിബിൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി. വൈ ഖുറൈഷി ഒരു ലേഡി, അവർ ഒരു ആർമി ഓഫീസർ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അത്. ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ആസ്പെക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യൽ ഡൈനാമിക്സ് രാജ്യം ഡീൽ ചെയ്യുന്നത് ഒരിക്കലും ഒരു ആർമി ഓഫീസറുടെ കൂട്ടത്തിലല്ല. നോക്കൂ, അത് ഒരിക്കലും ശരിയായ നടപടിയല്ല എന്ന് പറയുന്ന കാര്യം. ആർമിയുടെ ജോലി എന്താണ്? നമ്മുടെ നാട്ടിലെ സേഫ്റ്റി സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക, നമ്മുടെ സോവറിനിറ്റിയെ ഡിഫെൻഡ് ചെയ്യേണ്ട വന്നാൽ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരിക. അതല്ലാതെ ഈ പറയുന്ന ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ അല്ലെങ്കിൽ നായരാണോ ഈഴവരാണോ എന്നുള്ള പോയിന്റ്, ദാറ്റ് ഈസ് എ പോയിന്റ് വിച്ച് ഈസ് ടോട്ടലി റിലേറ്റഡ് ടു ദ സോഷ്യൽ ഡൈനാമിക്സ് ഓഫ് ദ നേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഓഫ് ദ നേഷൻ. അവർക്ക് അതിനകത്ത് റോളില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അവിടെ ഒരു അപകടം വിളിക്കുന്നത്. പ്രൈം മിനിസ്റ്റർക്ക് പറയാം, മറ്റൊരാൾക്ക് പറയാം, രാഹുൽ ഗാന്ധിക്ക് പറയാം, ലാൽകുമാറിന് പറയാം. ഇത് അവർ പറയേണ്ടത്. DGP വന്നിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ നല്ല ആൾക്കാരാന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക? അതോ ദാറ്റ്സ് ദ സെയിം സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ചീഫ് മിനിസ്റ്റർ ആണോ? അവിടെയാണ് അത് പൊളിറ്റിക്കൽ ഹെഡ് പറയേണ്ട കാര്യമാണ്. നമ്മൾ തെറ്റിപ്പോകരുത്. അവർ പറഞ്ഞതിനകത്ത്, അവരെ കൊണ്ട് പറയിച്ചതിനകത്ത് തെറ്റുണ്ട്. ഷീ ഈസ് നോട്ട് ദ കൺസേൺ പേഴ്സൺ ടു സേ ദാറ്റ്. ലെറ്റ് us കീപ് ദാറ്റ് ഫോർ എ വൈൽ. ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വരാം. നോക്കൂ, ഇവിടെ വന്നിരിക്കുന്നൊരു കാര്യം, നമ്മളിവിടെ ഒരാൾ ഒരു ആൻറ്റി മുസ്ലിം സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ പറയുന്നത്. ബേസിക്കലി ഖുറൈഷി മുസ്ലിം ആയതുകൊണ്ടാണല്ലോ പറയുന്നത്, മറ്റേ ലേഡിക്കെതിരെ പറഞ്ഞിട്ടുമില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് അയാൾ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ അതിൻ്റെ കാണേണ്ടത്. ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുന്നതിന് കാരണം, ഇന്ത്യയിൽ അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും ഇവിടെ ഒന്നും തന്നെ നടക്കില്ല. കാര്യം ഒരു ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ഒരാൾക്ക് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും, എന്ത് കാർപ്പറ്റ് ബോംബിങ് നടത്തിയാലും നോ വൺ ഈസ് ഗോയിങ് ടു ചേസ് ദാറ്റ് പേഴ്സൺ. അങ്ങനെ ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇവർക്കൊക്കെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അങ്ങനൊരു കാര്യം പറയില്ല. പറയാനുള്ള ഒരു അന്തരീക്ഷത്തേക്ക് രാജ്യത്തെ അവർ കൊണ്ടെത്തിച്ചു. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ
കൃഷ്ണേട്ടൻ വളരെ കാലിബ്രേറ്റ് ചെയ്താണ് കൃഷ്ണേട്ടൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആർട്ട് ഓഫ് അഡ്വക്കസിയാണ് പുറത്തു വന്നത്. അദ്ദേഹം പല കാര്യങ്ങളും ഒഴിഞ്ഞു, യോജിപ്പില്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഗുഡ്, ഐ അക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ ആ അക്സെപ്റ്റൻസ് പോരാ. കാര്യം കൃഷ്ണേട്ടൻ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ പോരാ എന്നുള്ളതാണ്. ഇങ്ങനെ പറയാനുള്ള അന്തരീക്ഷത്തിൽ എങ്ങനെ ഈ രാജ്യം വന്നു എന്നുള്ളതിനും ഒരു പ്രശ്നമുണ്ട്. നോക്കൂ, കറാച്ചി ബോംബ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ കറാച്ചി അടിച്ചു, ലാഹോർ അടിച്ചു. നമ്മൾ ഇവിടെ തല്ലി തകർക്കുന്നത് കറാച്ചി ബേക്കറിയാണ്. നോക്കൂ, കറാച്ചി എന്നൊരു പേര് അതിനിട്ടു, അല്ലെങ്കിൽ അവരുടെ ആൻസെസ്ട്രൽ കണക്ഷൻ വെച്ച് ഒരു കാര്യം ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? ദ റിവർ അല്ലെങ്കിൽ ദ വേർഡ് ഇന്ത്യ കംസ് ഫ്രം റിവർ ഇൻഡസ്, വിച്ച് ഈസ് നോട്ട് ഫ്ലോയിങ് ഇൻ ഇന്ത്യ എന്ന് ശശി തരൂർ എഴുതിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ഇവർ ഈ ഇൻഡസ് റിവർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒഴുകുന്നില്ല, അത് പാകിസ്ഥാനിൽ കൂടുതലാണ് ഭൂരിപക്ഷം ഒഴുകുന്നത്. പഞ്ചാബ് സിന്ധു ഇന്ത്യയിലുണ്ടോ? ഇല്ല. അതുപോലെ നിങ്ങൾക്ക് നോക്കൂ, ഒരുപാട് കൾച്ചറൽ ട്രേസസ്, നമ്മളൊരു സംസ്കാരമായി ജീവിച്ച ആൾക്കാരാണ്. ഒരുപാട് കൾച്ചറൽ ട്രേസസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഇവിടെ ആക്രമണം വെച്ചാൽ ഇതിനിടെ കൂടെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നതാണോ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതോ കറാച്ചി ബേക്കറി തല്ലി തകർക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് പ്രകടിപ്പിച്ചത്. നമ്മൾ ഒന്നിച്ച് നിൽക്കണം. രാജ്യത്ത് ഈ പറയുന്ന വ്യത്യസ്തമായ ഒരു ഇതില്ല, അവർ സോഷ്യൽ കോൺഷ്യസ്നെസ് ഈസ് വൺ ആൻഡ് ദ സെയിം എന്ന് പ്രൂവ് ചെയ്യത്തക്ക രീതിയിലൊരു സിറ്റുവേഷൻ നമുക്കുണ്ടായിരുന്നു. കാര്യം അത്രയും നല്ല രീതിയിലാണ് നമ്മുടെ നാഷണൽ കോൺഷ്യസ്നെസ് നിന്നത്. ആ നാഷണൽ കോൺഷ്യസ്നെസ് നിന്നപ്പോൾ പോലും കറാച്ചി ബേക്കറി തല്ലി തകർക്കുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞു തന്നത് ഈ പറയുന്ന കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഒരു സോഷ്യൽ ഡൈനാമിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം അതങ്ങനെ ആയി പോയിരിക്കുന്നു. അതിന് മാറ്റാൻ ഇത് ഒരു 15 വർഷം കൂടെ നമ്മൾ നേരെ കൗണ്ടർ ആക്ഷൻസ് നടത്തിയാൽ മാത്രമേ ഇത് 10 വർഷം ചെയ്തത് മാറത്തുള്ളൂ എന്ന്, 15 വർഷം കൊണ്ട് തന്നെ മാറുമെന്ന് എനിക്ക് സംശയമാണ്. അത്ര മോശമായിട്ടുള്ള ഇടപെടലാണ്. ഇതിനകത്തുനിന്ന് പറഞ്ഞൊഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാര്യം പറഞ്ഞൊഴിയുക എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നാളെ ഇത് തന്നെയാണ് കാണിക്കാൻ പോകുന്നേ. നോക്കൂ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഈ ഒരു മന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ആ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ BJP ഒരു വിശദീകരണം തേടി കഴിഞ്ഞു, മന്ത്രിസ്ഥാനത്ത് അയാൾ തുടരും. തെരഞ്ഞെടുപ്പ് എത്തുമ്പം ഇത് തന്നെ പറയും. കാര്യം തെരഞ്ഞെടുപ്പ് എത്തുമ്പം ഇതുപോലുള്ള ആൻറ്റി മുസ്ലിം സ്റ്റേറ്റ്മെൻറ്റുകൾ പലതും പറഞ്ഞ് തഴമ്പിച്ച ചെവികളായി നമ്മുടെ മാറിയിരിക്കുന്നു. ഈ രാജ്യം അത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പറഞ്ഞല്ലേ, മതനിരപേക്ഷതയെ നശിപ്പിക്കുമെന്ന് ചോദിച്ചാൽ മതനിരപേക്ഷതയെ നശിപ്പിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത്. നശിപ്പിക്കുമോ? അതൊരു ഫെർദർ കോൺസിക്വൻസ് ആണ്. ദർ ഇസ് ഓൾറെഡി എ കോൺസിക്വൻസ്. അതാ പറഞ്ഞേ, നമുക്ക് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്മളുടെ കൗണ്ടർ ആക്ഷൻ അല്ലെങ്കിൽ റിറ്റാലിയേഷൻ്റെ സമയത്ത് നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പോയി കാര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആസ് അഗൈൻസ്റ്റ് പാകിസ്ഥാൻ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. വിതിൻ ഇന്ത്യ വേണ്ട. നമ്മൾ കാണുന്നത് അതല്ലേ. നോക്കൂ, കമ്മ്യൂണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആൻറ്റി മുസ്ലിം സ്റ്റേറ്റ്മെൻറ്റ്സ് രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വേണ്ടപ്പം വെളിയിലോട്ട് ഒന്നിച്ച് നിൽക്കുന്നു എന്നുള്ള ഇമേജും കൊടുക്കണം. അവിടുത്തെ പരിപാടി നമ്മുടെ മിലിറ്ററി അവർക്ക് നല്ല ആഘാതം കൊടുത്ത് സീസ് ഫയറിലേക്ക് എത്തിയ ശേഷം പിന്നെ നമ്മൾ സാധാരണ പണി തുടങ്ങി. കാര്യം എന്നാ, അകത്തുള്ള ആൾക്കാരെ ഇനി തമ്മിൽ തല്ലിപ്പിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇതാണ് അതിനകത്തെ ഒരു ഡൈക്കോട്ടമി നമ്മൾ കാണേണ്ടത്. ഇവർക്കുള്ളത് രണ്ടും ഒരേ സമയത്ത് തന്നെ നടക്കണം. അതൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാനറിയാം. കാര്യം ഒരു വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും രാജ്യവിരുദ്ധനാക്കാൻ പെട്ടെന്ന് പറ്റും. യുദ്ധസമയത്ത് പോലും യുദ്ധസമയത്ത് നമ്മൾ അങ്ങനെ പറയാറില്ല. ഒരു സാധാരണഗതിയിൽ ഒരു ലോജിക്കൽ വിമർശനം ഒരാൾ ഉന്നയിച്ചാൽ, ഫോർ എക്സാമ്പിൾ പെഹൽഗാമിൽ സംഭവിച്ചതിനകത്ത് ഇൻ്റലിജൻസ് ഫെയിലിയറിലെ സെക്യൂരിറ്റി ഫെയിലിയറിലെ എന്നൊരാൾ ചോദിച്ചാൽ, സെക്യൂരിറ്റി ഫെയിലിയർ ഉള്ളതുകൊണ്ടാണോ അവരവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചാലല്ല. കാര്യം അവർക്ക് അല്ലേലും ഇല്ലേലും അവർ വരും. അവരത് ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചാലല്ല. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് സെക്യൂരിറ്റി ഫെയിലിയറോ ഇൻ്റലിജൻസ് ഫെയിലിയറോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇവൻ രാജ്യവിരുദ്ധനാണ്, ഈ രാഷ്ട്രത്തിനെതിരെയാണ് സംസാരിക്കുന്നത്. അത് ഹിന്ദുവോ നിങ്ങൾ മുസൽമാനോ ക്രിസ്ത്യാനിയോ ആരാണെങ്കിലും അത് പറയും. അതപ്പം തന്നെ പറയും. അപ്പം ഇതാണ് ഈ പറയുന്ന അപ്പം രാജ്യം ഒന്നായി മാറും. അതേ സ്ഥാനത്ത് യുദ്ധം കഴിഞ്ഞ ശേഷം ഇവർക്ക് രാജ്യം ഒന്നായിട്ട് നിൽക്കണ്ട. കാരണം എന്നാ? കാര്യം രാജ്യം ഒന്നായിട്ട് നിന്നാൽ ഇവരുടെ പൊളിറ്റിക്സ് ഒരിക്കലും വർക്കാകത്തില്ല. അതാണ് മെജോറിറ്റി പോളറൈസേഷൻ്റെ പ്രത്യേകത. മെജോറിറ്റി പോളറൈസേഷൻ്റെ ഒരു പ്രത്യേകത അവർക്ക് മൈനോറിറ്റി പോളറൈസ് ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ്. മൈനോറിറ്റിയെ മാർജിനലൈസ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ദേ ഹാവ് ഡൺ ഇറ്റ്, ദേ വിൽ ഡു ഇറ്റ്. അതാണ് ഇവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് വളരെ കോഷ്യസ്ലി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.
അപകടകരമായ രാഷ്ട്രീയത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. കൃഷ്ണേട്ടൻ്റെ പൊസിഷനോട്, കൃഷ്ണേട്ടൻ ഇന്ന് പറഞ്ഞതിനോട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ വേറെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ വേറെ ഏതെങ്കിലും ഒരു BJP-കാരൻ ഇതേ നിലപാടെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കാര്യം താങ്കൾ ഒരു ജനാധിപത്യവാദിയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു അഡ്വക്കസിയും ക്ലിയർ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തതായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ. മൊത്തം BJP-യുടെ നിലപാടായി അത് മാറുന്ന ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കുന്നില്ല. ലാൽകുമാർ എടുക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. വിജയ് ഷായെ തള്ളിപ്പറയാനുമാകില്ല, എന്നാൽ ഈ മതനിരപേക്ഷതയ്ക്കെതിരെ നിലകൊള്ളാനുമാകില്ല എന്നൊരു വലിയ ഒരു ക്രൈസിസ് ശ്രീ കൃഷ്ണദാസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്.